ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്കിന്ന് കുറച്ച് വള്ളിപ്പയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ പറയണം കേട്ടോ. നമ്മുടെ നാട്ടിൽ വള്ളിപ്പയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നാടൻ പയറാണേ. അത് അധികം വണ്ണമൊന്നും ഇല്ലാതെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പയറാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു പയർ വെച്ച് നമ്മൾ കൂടുതൽ തോരനോ അല്ലെങ്കിൽ വിഴുക്ക്, ഏറ്റവും കൂടുതൽ ആൾക്കാർ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാറല്ലേ. നമ്മുടെ നാട്ടിൽ വിഴുക്കെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം എല്ലാവരും ഉണ്ടാക്കുന്നതിനെക്കാട്ടൊരു വ്യത്യസ്ത രീതിയിലാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമല്ലാത്തവരും കഴിച്ചു പോകുന്ന രീതിയിൽ അടിപൊളി റെസിപ്പിയാണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ നീളത്തിൽ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് പയർ. അടുത്തൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് തീയൊക്കെ കുറച്ച് വെച്ചതിന് ശേഷം 2 അല്ലി വെളുത്തുള്ളി കീറി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 പച്ചമുളക് കൊണ്ട് കൂടി കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പയറ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പയർ ഇതേപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. വെഴുക്കിന് നമ്മൾ സാധാരണ നീളത്തിൽ തന്നെയാണല്ലോ അരിഞ്ഞെടുക്കാറ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അടുത്തതായിട്ട് ഇതിലോട്ട് ഒരു പിടിയോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിവായി വരട്ടെ. ആ സമയത്ത് നമുക്ക് അടുത്ത അടുപ്പിലോട്ട് കുറച്ച് വറ്റൽമുളകൊന്ന് മൂപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ. നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി, ഇത് ചതച്ചെടുത്താൽ മതി. നമ്മുടെ പയറിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചതച്ചെടുത്ത മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇതാ നമ്മുടെ മെഴുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇഷ്ടപ്പെടാത്തവർ പോലും മെഴുക്ക് ഇഷ്ടപ്പെടാത്തവർ പോലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ ആദ്യമായിട്ടും ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.